യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് പല കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പരസ്പരം മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. എനിക്ക് എൻ്റെ പങ്കാളിയെ ഞാൻ മനസ്സിലാക്കുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതാണ് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും തകർച്ചയ്ക്ക് കാരണമായിട്ട് നിൽക്കുക. പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പങ്കാളിയുടെ കുറവുകളും കഴിവുകേടുകളും ഞാൻ മനസ്സിലാക്കിയാൽ ജീവിതം സന്തോഷമായിരിക്കും, ജീവിതം സമാധാനപൂരിതമായിരിക്കും. പക്ഷേ അതിന് പകരമായിട്ട് മനുഷ്യർ എന്താ ചെയ്യുക? മനുഷ്യർ പരസ്പരം മനസ്സിലാക്കാതെ സ്വാർത്ഥമതികളായി ബാബേൽ ഗോപുരങ്ങൾ പണിയുന്നു. എന്താണ് ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? പരസ്പരം തർക്കിക്കുക, പരസ്പരം ശണ്ട കൂടുക, പരസ്പരം കലഹിക്കുക എന്നൊക്കെയാണ്. അതിനാൽ പരസ്പരം ശണ്ട കൂടുന്നു, കലഹിക്കുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണമായിട്ട് മാറുക. പരസ്പരം ഇതുപോലെയുള്ള ബാബേൽ ഗോപുരങ്ങൾ, ദൈവത്തെ മറന്ന് മനുഷ്യർ ബാബേൽ ഗോപുരങ്ങൾ പണിയുന്നതിലൂടെ ദൈവത്തിൻ്റെ ചൈതന്യം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മനുഷ്യൻ ദൈവത്തെ മറന്ന് സ്വാർത്ഥമതികളായി തങ്ങളുടെ ജീവിതത്തിൽ ബാബേൽ ഗോപുരങ്ങൾ പണിയുന്നതിലൂടെ ദൈവത്തിൻ്റെ കൃപ അവന് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. പണ്ട് ചുണ്ടനക്കിയാൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, ഒരു കണ്ണൊന്ന് കാണിച്ചാൽ അത് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അലറി വിളിച്ചാലും ഒച്ചപ്പാടുണ്ടാക്കിയാലും പരസ്പരം മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റാത്ത മനുഷ്യരായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പരസ്പരം മനസ്സിലാക്കുന്നില്ല. തിരുവചനത്തിലെ വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിൽ എന്ന പോലെ ഭർത്താവിന് വിധേയരായിരിക്കുവിൻ. ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് ഇപ്രകാരം കർത്താവ് തിരുവചനത്തിൽ പറയുന്നുണ്ട്. 25-ാമത്തെ വാക്യം, നിങ്ങൾ നിങ്ങളുടെ കർത്താവായ യേശു ഇപ്രകാരമാണ് സഭയെ സ്നേഹിച്ചതുപോലെ നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിലൂടെ പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം വിധേയപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുവാനും കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എത്രയോ സുന്ദരം, എത്രയോ സന്തോഷം. അതിനാൽ ദൈവത്തിനു മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ജീവിതം, ദൈവം നൽകിയ ഈ ജീവിതം പരസ്പരം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.